ഹലോ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഭയങ്കരമായി കഷ്ടപ്പെട്ടിട്ട് റിസൾട്ടൊന്നും പെട്ടെന്ന് കാണാതായപ്പോ ഷേ ഇത് നിർത്തിയാലോ എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ കേട്ടോളൂ, ജിം റോണിന്റെ ഒരു കിടിലൻ ആശയം നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്നത് റിസൾട്ടിനെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, ആ പ്രോസസ്സിൽ എങ്ങനെ അങ്ങ് മുഴുകാം, അതിലൂടെ എങ്ങനെ യഥാർത്ഥ വിജയം നേടാമെന്നതിനെക്കുറിച്ചാണ്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ ഒരു വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. വിജയമെന്നത് ശരിക്കും ആ ഫിനിഷ് ലൈനിൽ എത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അവിടേക്കുള്ള യാത്രയിൽ നിങ്ങൾ ആരായിത്തീർന്നു എന്നതിനെക്കുറിച്ചാണ്. എന്താല്ലേ, ഒറ്റയടിക്ക് നമ്മളെ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയൊക്കെ ഇതങ്ങ് ചോദ്യം ചെയ്യാണ്, അല്ലേ? ഈ പറഞ്ഞ പോലൊരു സംഭവമുണ്ട്. നമ്മൾ മിക്കവരും അറിയാതെ പോയി വീഴുന്ന ഒരു കെണിയുണ്ട്. അതിനെ നമുക്ക് ഫിനിഷ് ലൈൻ ട്രാപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ആ അവസാനത്തെ സമ്മാനത്തിൽ മാത്രം നോക്കിയിരിക്കുന്നത് നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്? നമുക്കൊന്ന് ഡീപ്പായിട്ട് നോക്കാം. സത്യം പറഞ്ഞ നമ്മളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഒരു പുത്തൻ കാറ്, ആഗ്രഹിച്ച പോലൊരു വീട്, അല്ലെങ്കിൽ ജോലിയിലൊരു പ്രമോഷൻ, ആളുകളുടെ കയ്യടി, അംഗീകാരം. ഈ വലിയ സ്വപ്നങ്ങളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ ആ ഫിനിഷ് ലൈൻ ട്രാപ്പിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പും നമ്മൾ അവിടെ വെക്കുകയാണ്. അപ്പോ ഈ കെണിയിൽ വീണാല് എന്താ പ്രശ്നം? അതാണ് സ്വപ്നങ്ങളുടെ ശ്മശാനം എന്ന് പറയുന്നത്. അതായത് ഒരുപാട് നല്ല സ്വപ്നങ്ങൾ പാതി വഴിയിൽ കുഴിച്ചു മൂടപ്പെടുന്ന ഒരിടം. എന്തുകൊണ്ടാണ് ഈ റിസൾട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന മൈൻഡ്സെറ്റ് നമ്മളെക്കൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, രണ്ട് തരം മൈൻഡ്സെറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയറാണ്. ഇടതുവശത്തുള്ള ആൾ റിസൾട്ട്സ് മൈൻഡ്സെറ്റുള്ള ആളാണ്. അവർക്ക് പെട്ടെന്ന് പ്രൂഫ് വേണം, ക്ഷമയൊക്കെ വളരെ കുറവായിരിക്കും, മോട്ടിവേഷൻ എപ്പോ വേണമെങ്കിലും പോകാം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്തിപ്പോകും. എന്നാൽ വലതുവശത്തുള്ള ആളെ നോക്കൂ, പ്രോസസ് മൈൻഡ്സെറ്റ്. എല്ലാ ദിവസവും വന്ന് ആ ജോലി ചെയ്യുന്നതിലാണ് അവരുടെ മോട്ടിവേഷൻ. അവർക്ക് ആ പ്രോസസ്സിൽ നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിരതയുണ്ടാകും, അവസാനം വലിയ നേട്ടങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഇതിലേതാണ് ശരിക്കും വിജയത്തിലേക്കുള്ള വഴിയെന്നിപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ, അല്ലേ? അപ്പോ ഇതാണ് യഥാർത്ഥ ചോദ്യം. എന്തുകൊണ്ടാണ് ഒരു വിത്ത് മണ്ണ് പിളർന്ന് പുറത്തേറ്റ് വരുന്നതിന് മുൻപേ നമ്മളിൽ പലരും പ്രതീക്ഷ വിടുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. റിസൾട്ട് വരാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ എത്രയോ കാര്യങ്ങൾ പാതി വഴിയിൽ നിർത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള കാര്യങ്ങളല്ലേ? 2 ആഴ്ച ആവേശത്തോടെ ജിമ്മിൽ പോവും, കണ്ണാടി നോക്കുമ്പോൾ ഒരു മാറ്റവുമില്ല, അതോടെ നിർത്തി. അല്ലെങ്കിൽ കുറച്ചു മാസം പൈസയൊക്കെ സേവ് ചെയ്യും, പക്ഷെ ലക്ഷ്യം ഒരുപാട് ദൂരെയാണെന്ന് തോന്നുമ്പോൾ അതങ്ങ് ഉപേക്ഷിക്കും. പിന്നെ പുതിയ ബിസിനസ് തുടങ്ങുന്നവർ തുടക്കത്തിലെ മെല്ലപ്പോക്ക് കാണുമ്പോൾ തന്നെ നിരാശരാവും. ഇതൊക്കെ ആ ഫിനിഷ് ലൈൻ ട്രാപ്പിൽ വീഴുന്നതിന്റെ പെർഫെക്റ്റ് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോ ഈ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തുവരാം? അതിനുള്ള ഉത്തരമാണ് ജോലിയുമായി പ്രണയത്തിലാവുക. അതായത് റിസൾട്ടിന്റെ പിന്നാലെ ഓടുന്നത് നിർത്തി നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ആ പ്രവൃത്തിയില്ലേ, അതിനെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. ഇതൊരു ചെറിയ കാര്യമല്ല, നമ്മുടെ ചിന്താരീതിയിൽ വരുന്ന ഒരു വലിയ മാറ്റം തന്നെയാണ്. ഈ ആശയം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഒരു കർഷകനാണ്. അദ്ദേഹം ആദ്യം എന്തു ചെയ്യും? വിത്ത് വിതയ്ക്കും. അതാണ് നമ്മുടെ തുടക്കം. പിന്നെയോ എല്ലാ ദിവസവും വെള്ളമൊഴിക്കും. അതാണ് നമ്മുടെ സ്ഥിരമായ പരിശ്രമം. അനാവശ്യമായ കളകളൊക്കെ പറിച്ചുമാറ്റും. അത് നമ്മുടെ ഫോക്കസ് നിലനിർത്തുന്നത് പോലെയാണ്. അതിനുശേഷം അദ്ദേഹം വെറുതെ കാത്തിരിക്കുകയല്ല, ആ പ്രോസസ്സിനെ വിശ്വസിക്കുകയാണ്. ഒടുവിലോ തീർച്ചയായും വിളവെടുപ്പ് കാലം വരും, റിസൾട്ട് ഉറപ്പായും ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നൊരു വാചകമുണ്ട്: മലകയറ്റം ഒഴിവാക്കിയിട്ട് മലയുടെ മുകളിലെ ആ മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ പറ്റില്ല. ശരിയല്ലേ? ആ യാത്ര, ആ പ്രയത്നം, അത് നിർബന്ധമാണ്. ഇനി നമ്മൾ വരുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ്. ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവിലേക്ക്. യഥാർത്ഥ സമ്മാനം ആ ഫിനിഷ് ലൈനിൽ കിട്ടുന്ന ട്രോഫിയോ പണമോ ഒന്നുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. അതെങ്ങനെയാണ്? ഈ യാത്രയുടെ ഏറ്റവും വലിയ റിവാർഡ് നമ്മൾ തന്നെയായി മാറുന്നതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ ഫലം എന്താണെന്ന് നോക്കാം. അത് ശരിക്കും ഒരു സ്നാപ്ഷോട്ട് പോലെയാണ്, ഒരു നിമിഷത്തേക്ക് മാത്രം, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ പൊടിപിടിക്കുന്നൊരു ട്രോഫി, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാവുന്നൊരു ടൈറ്റിൽ. ചുരുക്കി പറഞ്ഞാൽ അത് ആർക്കു വേണമെങ്കിലും നമ്മളിൽ നിന്ന് എടുത്തുമാറ്റാൻ പറ്റും. എന്നാൽ എന്താണ് ഐഡന്റിറ്റി അഥവാ നമ്മുടെ വ്യക്തിത്വം? അച്ചടക്കത്തിലൂടെയും സ്ഥിരതയിലൂടെയും നിങ്ങൾ ആരായി മാറുന്നുവോ അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങൾ സ്വയം കെട്ടിപ്പടുക്കുന്ന നിങ്ങളുടെ സ്വഭാവം, അത് പെർമനന്റാണ്. അതാർക്കും
ഒരിക്കലും നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ കഴിയില്ല. ഈ ഒരു ആശയം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് റിസൾട്ട്സ് മാത്രമല്ല തരുന്നത്, അത് നമ്മുടെ ഐഡന്റിറ്റിയെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഓട്ടക്കാരൻ എപ്പോഴാണ് ശരിക്കും ഒരു റണ്ണറാവുന്നത്? ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ മാത്രമാണോ? അല്ല. എല്ലാ ദിവസവും രാവിലെ ആരും കാണാതെ ആ റോഡിലൂടെ ഓടാനിറങ്ങുന്നില്ലേ? ആ ഓരോ നിമിഷത്തിലും അയാൾ ഒരു റണ്ണറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രിൻസിപ്പിളിലേക്ക് വരുവാണ്: ഡിസിപ്ലിൻ ഓവർ റിഗ്രറ്റ്. അതായത് ഖേദത്തേക്കാൾ അച്ചടക്കത്തിന് പ്രാധാന്യം കൊടുക്കുക. സത്യത്തിൽ സംതൃപ്തിയുള്ള ഒരു ജീവിതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പാണ്. ചിലപ്പോൾ എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്യുന്നത് നമുക്കൊരു ഭാരമായി തോന്നാം. ശരിയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ. വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഷെടാ, അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഖേദിക്കുന്നതിന്റെ ഭാരം അതിലും എത്രയോ വലുതായിരിക്കുമല്ലേ? അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ വാചകത്തിൽ ഒതുക്കുന്ന ഒരു ഉദ്ധരണി കൂടിയുണ്ട്. അച്ചടക്കത്തിന് ഔൺസിന്റെ ഭാരമേയുള്ളൂ, എന്നാൽ ഖേദത്തിന് ടൺ കണക്കിന് ഭാരമുണ്ട്. ഈ ഒരു വാചകം മാത്രം മതി നമ്മളെ മുന്നോട്ടു നയിക്കാൻ. അപ്പോ പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാണ്. ഇന്നു മുതൽ നിങ്ങൾ ഏത് പ്രോസസ്സിനെയാണ് പ്രണയിക്കാൻ പോകുന്നത്? റിസൾട്ടിനെക്കുറിച്ചുള്ള ടെൻഷനില്ലാതെ നിങ്ങൾ പൂർണ്ണമായി അങ്ങ് മുഴുകാൻ പോകുന്ന ആ ഒരു കാര്യം അതെന്തായിരിക്കും?